ഇപ്പോൾ കലോത്സവ നഗരിയിൽ നിന്നും സ്വാതി കൂടി ചേരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി സ്വാതി, ആദ്യ ദിനമായി ഇന്ന് കലാമേള എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത്? ഏതൊക്കെ മത്സര ഇനങ്ങളാണ് വേദികളിൽ നടക്കുന്നത്? കീർത്തി, ഇപ്പോൾ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഒന്നാം ദിനം പിന്നിടുമ്പോൾ വലിയ ആവേശത്തിൽ തന്നെയാണ് നാടും നഗരവുമൊക്കെ. മത്സരാർത്ഥികളെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിവിധ ഐറ്റങ്ങളുടെ ഫലം പുറത്തു വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് പോയിന്റ് നിലയിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ല 68 പോയിന്റുമായി ഇപ്പോൾ ഒന്നാമത് നിൽക്കുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ ആതിഥേയരായിട്ടുള്ള കൊല്ലം ജില്ലയുണ്ട്. അതിനോടൊപ്പം തന്നെ തൃശ്ശൂരും ഇപ്പോൾ കട്ടയ്ക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. എന്തായാലും വലിയ ആവേശത്തിലാണ് കൊല്ലം എന്ന് പറയേണ്ടിയിരിക്കുന്നു. വിവിധ ഐറ്റങ്ങളുടെ ഫലങ്ങൾ ഇനിയും വരാനുണ്ട്. ഈ സന്ധ്യയായപ്പോഴും ഇവിടെ വലിയ ജനത്തിരക്കാണ്, ഇരിപ്പുണ്ട്. ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയായിട്ടുള്ള ഏറ്റവും പ്രധാന വേദിയായ ആശ്രാമം മൈതാനത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വലിയ ജനസഞ്ചയം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ആദ്യ ദിനം പൂർത്തിയാകാൻ ഈ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമായിട്ടുള്ള സംഘനൃത്തം ഏതാനും നിമിഷങ്ങൾക്കകം ഏറ്റവും പ്രധാനപ്പെട്ട വേദിയായിട്ടുള്ള നമ്മുടെ ആശ്രാമം മൈതാനത്ത് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. എന്തായാലും സംഘനൃത്തമൊക്കെ കാണാൻ വേണ്ടി നിരവധി ആളുകളാണ് കൊല്ലത്തിൻ്റെ ഈ മണ്ണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തിരക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. വിവിധ തരത്തിലുള്ള സ്റ്റാളുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തുതന്നെയായാലും ആദ്യ ദിനം വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ ഇവിടുത്തെ സംഘാടക സമിതിക്കാണെങ്കിലും എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് തന്നെയാണ് കൊല്ലം ജില്ല സജീവമായി ഈ ഒരു സംസ്ഥാന കലോത്സവത്തെ ഏറ്റെടുത്തിട്ടുള്ളത്. വിവിധ ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കൊല്ലം ജില്ലയിൽ ഇപ്പോൾ സംസ്ഥാന കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാം ദിനം പിന്നിടുമ്പോൾ വലിയ തരത്തിലുള്ള ആവേശകരമായിട്ടുള്ള മത്സരങ്ങളൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. വീണ്ടും പറയുകയാണ്, ഇപ്പോൾ ഫലം പുറത്തേക്ക് വരുമ്പോൾ കോഴിക്കോട് ജില്ല 68 പോയിന്റുമായി ഒന്നാം സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, മുൻപന്തിയിലാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം കൊല്ലം ജില്ല 66 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട്. തൃശ്ശൂരും അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം തന്നെ കൊല്ലവും തൃശ്ശൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ഇന്ന് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും മത്സരങ്ങൾ നിരവധി വരാനുണ്ട്. ആ മത്സരങ്ങളുടെ ഫലമൊക്കെ വരുമ്പോഴേക്കും ഈ റിസൾട്ടിലൊക്കെ വലിയ തരത്തിലുള്ള മാറ്റം വരും. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്താൻ അല്ലെങ്കിൽ കൊല്ലത്ത് നിന്നും കപ്പ് കൊണ്ടുപോകാൻ വിവിധ ജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ ആവേശം തന്നെയാണ് കൊല്ലം നഗരത്തിൽ കാണാൻ കഴിയുന്നത്. HS വിഭാഗത്തിലും HSS വിഭാഗത്തിലുമൊക്കെ നടന്ന മത്സരങ്ങളിൽ വലിയ തരത്തിലുള്ള പോരാട്ടങ്ങൾ നടക്കുകയുണ്ടായി. ആ ഫലങ്ങളിലെല്ലാം മുൻപന്തിയിൽ വന്നിട്ടുള്ളവരുടെ കണക്കനുസരിച്ചാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പുറത്തു വരുമ്പോൾ 68 പോയിന്റുമായി കോഴിക്കോട് ജില്ല ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. തൃശ്ശൂർ ജില്ലയും കൊല്ലം ജില്ലയും തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. എന്തായാലും നാളെ രണ്ടാം ദിനം പുരോഗമിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ അവസാന നിമിഷങ്ങളിലേക്ക് പോവുകയാണ്. 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഏറ്റവും ഒന്നാം ദിനത്തെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ സംഘനൃത്തം അടക്കമുള്ള സ്കൂൾ കലോത്സവത്തിൻ്റെ ഗ്ലാമർ ഇനങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന സംഘനൃത്തം അടക്കമുള്ള ഐറ്റങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. നാളെയും വിവിധ തരത്തിലുള്ള മത്സരങ്ങളുണ്ട്. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കലാകാരന്മാരുടെ സജീവ സാന്നിധ്യമായിട്ടുള്ള ജില്ല കൂടിയാണ്. നാളെ നാടകം അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങൾ നടക്കാനിരിക്കുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ആവേശകരമായി തന്നെയാണ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ കൊല്ലം ജില്ല ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വരും ദിനങ്ങളിൽ ഈ മത്സരങ്ങളുടെ ഫലങ്ങളൊക്കെ വരുമ്പോൾ വലിയ തരത്തിലുള്ള അട്ടിമറികൾ സംഭവിക്കാം. കോഴിക്കോടാണോ, പാലക്കാടാണോ, തൃശ്ശൂരാണോ, അതോ നമ്മുടെ സ്വന്തം കൊല്ലമാണോ ഇത്തവണ കപ്പടിക്കുന്നതെന്ന് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിൽ ജനങ്ങൾ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കീർത്തി.